നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഒരു പറ്റം സുമനസ്സുകളുടെ മനസ്സുകളിൽ ഉരുത്തിരിഞ്ഞതാണ് ഉറ്റവരും ഉടയവരുമില്ലാത്ത ഭിന്നശേഷി പെൺകുട്ടികളുടെ പരിചരണവും താമസവും. ഇവർക്കായി പന്തിരിക്കരയിലെ തണൽ വീടിന്റെ പൊരേക്കൂടൽ നിന്നും മീഡിയ വിഷൻ പകർത്തിയ സ്നേഹക്കൂടെയുള്ള യാത്രയിലേക്ക്.
ഇത് എൻ്റെ മോനാണ്. മോന്റെ പേര് പറഞ്ഞാൽ ഞാൻ തണലിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവന് നടക്കാനും സംസാരിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ തണലിൽ വന്നപ്പോഴാണ് സംസാരിക്കാനും നടക്കാനെല്ലാം തുടങ്ങിയത്. അപ്പൊ തണലിൽ ഇവന സ്പോർട്സിന് ഭയങ്കര താല്പര്യമാണ്. അപ്പം തണൽ ടീച്ചേഴ്സ് എല്ലാവരും കൂടി തണൽ ടീം ഇവന സ്പോർട്സിലേക്ക് ഇട്ട്. അപ്പൊ സ്പോർട്സിൽ കോഴിക്കോട് നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് തൃശ്ശൂർ നിന്നെല്ലാം ജയിച്ചു ജാവലിൻ ത്രോ മത്സരത്തില്. അപ്പോ അങ്ങനെ ഇവന് സെലക്ഷൻ കിട്ടിയത് സ്പോർട്സിൽ ജാവലിൻ ത്രോയിൽ കിട്ടിയത് ഗുജറാത്തിലേക്കായിരുന്നു 2 വർഷം മുമ്പ്. അപ്പൊ ഗുജറാത്തിൽ പോയി മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റി. അത് കഴിഞ്ഞു വീണ്ടും ഒരു വർഷത്തിന് കഴിഞ്ഞപ്പാണ് മധ്യപ്രദേശിലേക്ക് വീണ്ടും സ്പോർട്സിൽ തന്നെ സെലക്ഷൻ കിട്ടി. അപ്പൊ അവിടുന്ന് ജാവലിൻ ത്രോ മത്സരം, ഷോട്ട്പുട്ട് 2 മത്സരത്തിൽ ഇവന പങ്കെടുക്കാൻ പറ്റി. പക്ഷെ ഇതിന്റെ എല്ലാം പിന്നില് ദൈവാനുഗ്രഹത്താല് പഠിച്ചൻ സഹായിച്ചിട്ട് തണലാണ്. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും, തണലില്ലെങ്കിൽ ഞാളെ മക്കളെയും കൊണ്ട് ഞാളെ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ അതിനുള്ള വലിയൊരു സന്തോഷവും സമാധാനം ഞാൻ തണൽ മാത്രമേ. തണലിൽ വന്നത് കൊണ്ടാണ് ഇവൻ ഇന്നും നല്ല രീതിയിൽ ഇത്ര ആയത് വെക്കാം. തണല് എന്നും തണലിലുള്ളത് കൊണ്ടാണ് ഇയാളിന്നും സന്തോഷത്തോടെ ആളുകളെ മുന്നിലേക്ക് ഇറങ്ങി നടക്കുന്നത്. ഒരുപാട് ആളുകൾ ഞാനിപ്പോഴത്തെ രക്ഷിതാക്കള് എല്ലാരും ചോദിക്കുന്ന ഒരേ ചോദ്യം, ഞാളെ മരണശേഷം ഞാളില്ലാണ്ടായാല് ഞങ്ങളെ മക്കൾ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ വലിയൊരു മറുപടിയാണ് ഈ തണല്. അപ്പൊ തണലുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ എന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പൊ നല്ല ഉഷാറാണ് ഇവന്, എല്ലാം ഹാപ്പിയാണ്. സ്പോർട്സിലായാലും അങ്ങനെ തന്നെ. തണല് മറ്റേ സ്പോർട്സിൽ മാത്രമല്ല, പൊതുവായിട്ട് ഇവൻ ഈ ഒരു രീതിയിൽ എത്തിയത് തണലിന്റെ ഒരൊറ്റതാണ്. തണൽ ടീച്ചേഴ്സും തണലിന്റെ വലിയൊരു ടീം, ആ ടീമിന്റെ ഒരു വലിയൊരു ഇതുകൊണ്ടാണ്, വിജയം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എത്തിയത്. എട്ടോളം ഭിന്നശേഷിക്കാരായ മക്കൾക്ക് ആരാരും നോക്കാനില്ലാത്ത 30ഓളം വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാരായ മക്കൾക്ക് 8 വീടുകൾ, മനോഹരമായ 8 വീടുകളാണ് ഇവിടെ പണിതത്. അതിന്റെ ഒരു വീട്ടിൽക്കൂടൽ ചടങ്ങാണ് ഇവിടെ ഇന്ന് നടക്കുന്നത്. കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. 8ഓളം പഞ്ചായത്തുകളിൽ നിന്ന് ജനങ്ങൾ ഒഴുകിയെത്തുന്നത് കാണുമ്പോൾ വളരെ വളരെ സന്തോഷം നിറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു നോക്കുമ്പോൾ മറ്റന്നാൾക്ക് വീട് കൂടൽ എങ്ങനെയായിരിക്കും നടക്കുക, നല്ലൊരു മഴയാണല്ലോ, ഇവിടെ ചളിയും. എന്നിരുന്നാലും ഇന്നത്തെ കാലാവസ്ഥയും നിറഞ്ഞ ജനങ്ങളെയും കാണുമ്പോൾ മനസ്സിൽ വളരെ സന്തോഷമുണ്ട്. സമയത്ത് ഇവിടെ ആളുകൾ ചോദിച്ചിരുന്നു, ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ പേരാമ്പ്രയിൽ ജനകീയമായി ഏറ്റവും ആദ്യം ഒരു ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടന്നത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ്. അന്ന് ആളുകളെല്ലാം ചോദിച്ചിരുന്നു, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഡയാലിസിസ് സെന്റർ, ഇതെല്ലാം ആവശ്യമുണ്ടോ എന്നായിരുന്നു ചോദിച്ചത്. ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര ഡയാലിസിസ് സെന്ററുകളാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത്. നമുക്ക് തികയുന്നില്ല ഡയാലിസിസ് സെന്ററുകൾ. അതിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് തണൽ. അവരുടെ പ്രവർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലരും ഇതിനു മുമ്പേ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതായി മാറുമായിരുന്നു. അപ്പോ ഇതെല്ലാം പറയുമ്പോൾ ഭിന്നശേഷി മക്കളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എനിക്ക് മനസ്സിന് വലിയ വിഷമം, അവരെ കാണുമ്പോൾ തന്നെ വിഷമം. അപ്പോ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് ഒരു 2 കൊല്ലം മുന്നേ എല്ലാ കുട്ടികളും വന്നു. ജമാൽക്ക് ആരാണ്, എന്റെ റൂം എവിടെ എന്ന് ചോദിച്ചാണ് ഒരു കുട്ടി. പക്ഷെ ആ കുട്ടി ഇന്ന് മരിച്ചുപോയി. ഇതെല്ലാം കാണുമ്പോൾ ഭയങ്കര വിഷമം. ഒരിക്കലും നമ്മൾ എന്ത് കൊടുത്താലും കുറയുകയില്ല എന്ന് മനസ്സിലാക്കിയവനാണ് ഞാൻ. അതിന്റെ അനുഗ്രഹം എനിക്ക് പാട് കിട്ടിയിട്ടുണ്ട്. യാത്ര ചെയ്യുകയാണ്. അന്ന് തുടക്കത്തിൽ കണ്ട തണലിൽ ഏതാനും കുറച്ച് കുട്ടികളെ, ഭിന്നശേഷി കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പലവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടത്തി വരികയായിരുന്നു. അതിനുശേഷം ഡയൽ സെന്ററായി. തുടക്കത്തിൽ ഇത് 2 സാധനങ്ങൾ മാത്രം കുറ്റിയേടി ഉണ്ടായിരുന്നത്. ഇന്ന് അതേ അവസരത്തിൽ ന്യൂറോ റിഹാബ്, മറ്റ് പലവിധ തെറാപ്പികള്, ഇങ്ങനെ പല പദ്ധതികളും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇതിനു മുമ്പ് പ്രഖ്യാപിച്ച 2 പദ്ധതികൾ, ഒന്ന് പാലേരിയും
ഒന്ന് കുറ്റിയാടിയും ഇനിയും വരേണ്ടതുണ്ട്. ഇതിനിടയിലാണ് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഒരു തണലിന്റെ ചിരകാല സ്വപ്നമൊന്നും ആയിരുന്നില്ല ഈ പദ്ധതി. കഴിഞ്ഞ 2022-23 കാലഘട്ടത്തിലുള്ള പത്രവാർത്തകളിൽ കൂടി നമ്മൾ അറിഞ്ഞിട്ട് ഒത്തിരി ഭിന്നശേഷി കുട്ടികളായ അവരുടെ മാതാപിതാക്കളോ സ്വന്തക്കാരോ കൊലപ്പെടുത്തുകയും ആ വാർത്തകൾ പത്രമാധ്യമങ്ങളിൽ നിരന്തരം വന്നതിന് ഡോക്ടർ ഇദ്രീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇവിടെ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആലോചന തണൽ നടത്തുകയും അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്കും ഇങ്ങനൊരു പ്രസ്ഥാനത്തിലേക്കും ഇങ്ങനൊരു പദ്ധതിയിലേക്കും തണൽ എത്തിച്ചേർന്നു. ഹായ്, ഞാൻ റിഫാന. ഹായ്, ഞാൻ നിഷാന. അപ്പോ തണലിൽ ഇന്നത്തെ പൊതുപരിപാടി ചടങ്ങിൽ നാദാർ ഗവൺമെന്റ് കോളേജിൽ നിന്നും NSSന്റെ ഭാഗമായി എല്ലാവിധ സേവനങ്ങൾക്കും ഞങ്ങൾ കൂടെയുണ്ട്. തന്നെ ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മക്കൾക്കും കിട്ടുമെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമസ്കാരം. കൃഷ്ണ ആനന്ദ് നമ്മുടെ മകളാണ്. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാതെ സ്പർശനത്തിലെ കൂടി ചെയ്യുന്ന പലതരത്തിലുള്ള പേപ്പർ പെന്ന്, പേപ്പർ ബാഗ്, പലതരത്തിലുള്ള ഫ്ലവേഴ്സ്, പൂക്കള്, കടലാസ് കൊണ്ട് പല മാറ്റുകളും ഇങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള വാഴപ്പലയൊക്കെ ചെയ്യുന്നുണ്ട്, നെറ്റിപ്പട്ടം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്. കുറെ സ്ഥലത്ത് പഠിപ്പിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോഴും അതിലെ പാഠപുസ്തകത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ ഇവരുടെ ഒരു മലയാളം സെക്കൻഡിൽ ഇവരുടെ ഒരു പാഠം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ വലിയൊരു ആഗ്രഹമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെയും പഠിപ്പിക്കണം. ശക്തിയാ കുട്ടിക്കില്ല. ഹൃദയം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ വാഴക്കുടിയും സൈൻ ലാംഗ്വേജിനെ കൂടി പറയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. ഐ ആം ടോട്ടലി ഡെഫ് ആൻഡ് ഡംബ് ആൻഡ് ബ്ലൈൻഡ്. എനിക്ക് നിങ്ങളെ കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയില്ലെങ്കിലും ഞാൻ ഹൃദയം കൊണ്ട് എല്ലാവരെയും അറിയുന്നു. ഞാൻ പലതരത്തിലുള്ള വാഴക്കുല, ഫ്ലവേഴ്സ്, നെറ്റിപ്പട്ടം, അങ്ങനെയുള്ള കുറെ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഞാൻ വളരെ താല്പര്യപ്പെടുന്നുണ്ട്. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ശേഷിയുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു കഴിവ്. ആ കഴിവുകൾ കണ്ടെത്തി പരിപോഷിപ്പിച്ചാൽ അംഗവൈകല്യത്തിന്റെ പേരിൽ ആരും പ്രയാസപ്പെടുകയില്ല. സാധാരണ നിലയിൽ നമുക്ക് കണ്ണും കാതും നാവും ഒക്കെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ആരോഗ്യവും അതിലേതെങ്കിലും ഒന്ന് അതിന് കഴിവ് കുറഞ്ഞു പോയാൽ അതിന് പ്രയാസമുണ്ടാകും.
പക്ഷേ അവർക്ക് വേറെ ചില കഴിവുകൾ ഈ പ്രകൃതിയിൽ തന്നെ പടച്ചവൻ നൽകുന്നതാണ്. വളരെ സ്നേഹപൂർവം എത്തിയ എന്റെ പ്രിയമുള്ളവരെ, ഇത് എന്തൊരു സന്തോഷമുള്ള ഒരു അവസ്ഥയാണ്. ഇതെങ്ങനെ വിവരിക്കണം, എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഒരു നാട് മുഴുവൻ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ വല്ലാത്തൊരു സംഭവത്തിന് സാക്ഷിയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.